ഹലോ ഗായ്സ്, വെൽക്കം ടു മൈ ന്യൂ വീഡിയോ. സോ ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് മഷ്റൂം ബിരിയാണിയാണ്. സോ അതിനുവേണ്ടി നമുക്ക് ആദ്യമായിട്ട് ഒരു പേസ്റ്റ് തയ്യാറാക്കണം. അതിനുവേണ്ടി ഇൻഗ്രീഡിയൻസ് ഞാൻ പറഞ്ഞുതരാം. ഒരു 3 ക്ലോവ്സ് ഗാർലിക്, ഒരു ഇഞ്ച് ജിഞ്ചർ, പിന്നെ കുറച്ച് മല്ലിയില, പിന്നെ കുറച്ച് പുതിനയില, പിന്നെ 1 ടേബിൾ സ്പൂൺ കോക്കനട്ട്, പിന്നെ അതുപോലെ തന്നെ 1 ടേബിൾ സ്പൂൺ വെള്ളം. ഇത് നിങ്ങൾക്ക് ഇതിൻ്റെ ടേസ്റ്റിനനുസരിച്ച് ഇച്ചിരി വെള്ളം വേണമെങ്കിൽ കൂട്ടാം. പിന്നെ ഒരു 1/2 ടേബിൾ സ്പൂൺ ഹോട്ട് സോസ്. ഇതിൻ്റെ പകരം നിങ്ങൾക്ക് പച്ചമുളക് വേണമെങ്കിൽ ചേർക്കാം. അപ്പോൾ ഇതും നമ്മുടെ കെൻവുഡ് ഫുഡ് പ്രോസസ്സറിൻ്റെ ഒരു ആക്സസറിയാണ്. ഒരു ചെറിയ ജാറാണ്. ഇതിൽ നമുക്ക് സ്മൂത്തി ഉണ്ടാക്കാം. ഞാൻ ഇപ്പോൾ ഈ പേസ്റ്റ് ഉണ്ടാക്കാൻ വേണ്ടി ഇത് യൂസ് ചെയ്യുന്നതേ ഉള്ളൂ. ഓക്കെ, അപ്പോൾ നമുക്കിത് നല്ല സ്മൂത്തായിട്ട് അരച്ചെടുക്കാം. ഇച്ചിരി വെള്ളം വേണമെങ്കിൽ എക്സ്ട്രാ ചേർത്തോളൂ. ഇതുപോലെ അരച്ചെടുക്കണം. ഓക്കെ, ഇത് ഞാൻ 1 കപ്പ് ബസ്മതി റൈസ് വെള്ളത്തിൽ കഴുകിയിട്ട് സോക്ക് ചെയ്യാൻ വേണ്ടി വെച്ചിരിക്കുകയാണ്. ഒരു അരമണിക്കൂർ നമ്മൾ സോക്ക് ചെയ്യാൻ വേണ്ടി വെക്കണം. പിന്നെ മഷ്റൂം ഒരു 400 ഗ്രാം എടുത്തിട്ടുണ്ട്. ഇത് നമുക്ക് കുറച്ച് വലിയ പീസസ് ആയിട്ട് കട്ട് ചെയ്തെടുക്കാം. അതിനുവേണ്ടി ഞാൻ ഈ ബ്ലേഡാണ് യൂസ് ചെയ്യുന്നത്. സോറി ഗൈസ്, ഞാൻ തിരിച്ചു വെച്ചിരിക്കുകയാണ്. ആ മേളത്തെ ആ ഭാഗം വെച്ചാണ് നമുക്ക് ആക്ച്വലി കട്ട് ചെയ്യേണ്ടത്. അത് തിരിച്ച് വെച്ചിട്ട് നമുക്ക് കട്ട് ചെയ്തെടുക്കാം. ഇതിൽ ഞാനൊരു മഷ്റൂം അതുപോലെ തന്നെ ഇട്ട് കൊടുക്കുകയാണ്. ഓക്കെ, അപ്പോൾ എങ്ങനെയാണ് വരുന്നതെന്ന് കണ്ടോളൂ. അത് ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്ത് കൊടുത്താൽ മതി. അപ്പോഴത്തേക്കിന് നമ്മുടെ മഷ്റൂം പീസായിരിക്കുന്നു. ഇത് ശരിക്കും എനിക്ക് വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു ആക്സസറിയാണ് ഇത്. ഈ കെൻവുഡ് ഫുഡ് പ്രോസസ്സർ എന്ന് പറയുന്ന സമയം വളരെ സേവ് ചെയ്യുന്നുണ്ട് ഞാനിത് വെച്ചിട്ട്. അപ്പോൾ ആ പീസുകൾ കണ്ടോ, ഇതുപോലെ വേണം കട്ട് ചെയ്തെടുക്കാൻ. ഓക്കെ, അപ്പം നമുക്ക് ബാക്കിയുള്ള മഷ്റൂംസും ഒരുമിച്ചിട്ട് നമുക്ക് കട്ട് ചെയ്തെടുക്കാം. ജസ്റ്റ് 10 സെക്കൻഡ് പോലും എടുക്കൂല ഇതെല്ലാം കട്ട് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട്. എന്ത് ഫാസ്റ്റായിട്ടാണ് പോകുന്നതെന്ന് നോക്കിക്കേ. ഓക്കെ, നമ്മുടെ മഷ്റൂം എല്ലാം കട്ടായി വന്നിട്ടുണ്ട്. കണ്ടോ, പീസസ് ഉണ്ടോ? അതുപോലെ വേണം കട്ട് ചെയ്തെടുക്കാൻ. ഇനി നമുക്ക് നമ്മുടെ ബാക്കിയുള്ള ഇൻഗ്രീഡിയൻസ് കൂടെ നോക്കാം. ഒരു 3 മീഡിയം തക്കാളി, ഒരു 3 മീഡിയം സവാള എടുത്തിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഇത് നമുക്ക് ചോപ്പ് ചെയ്തെടുക്കാം. ഇത് നമ്മുടെ ചോപ്പർ ബ്ലേഡാണ്. ഇത് വെച്ചിട്ടാണ് ഞാൻ സവാളയൊക്കെ ചോപ്പ് ചെയ്യാൻ പോകുന്നത്. ചെറിയ ചെറിയ പീസസ് ആയിട്ട് തന്നെ ചോപ്പ് ചെയ്തെടുക്കാനായിട്ടാണ് ഇത് യൂസ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് നമ്മുടെ കുക്കിംഗ് തുടങ്ങാം. അതിനുവേണ്ടി ഒരു പ്രഷർ കുക്കർ വെച്ച് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് 1 ടേബിൾ സ്പൂൺ എണ്ണയും ഒരു 2 ടേബിൾ സ്പൂൺ ഗീയും ഒഴിച്ചു കൊടുക്കാം. ഓക്കെ, അതൊന്ന് ജസ്റ്റ് ചൂടായി വരട്ടെ. ഇത് ചൂടായി വന്ന ശേഷം നമുക്ക് നമ്മുടെ ഹോൾ സ്പൈസസ് ചേർത്ത് കൊടുക്കാം. അതിന് ഒരു സിനമൺ സ്റ്റിക്ക്, ഒരു ബേ ലീഫ്, ഒരു സ്റ്റാർ അനീസ്, പിന്നെ ഒരു 3 കാർഡമമും ഒരു 3 ക്ലോവ്സും ചേർത്ത് കൊടുക്കാം. ഇതൊന്ന് ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുത്ത ശേഷം നമുക്ക് ഒരു 20 സെക്കൻഡ്സ് ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുത്ത ശേഷം നമുക്ക് നമ്മുടെ സവാള ചേർത്ത് കൊടുക്കാം. ഈ സവാള ഒരു ഗോൾഡൻ ബ്രൗൺ കളർ ആവുന്നത് വരെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഓക്കെ, അപ്പോൾ നമ്മുടെ സവാള ഗോൾഡൻ ബ്രൗൺ കളർ ആയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ആദ്യം അരച്ച മസാല പേസ്റ്റ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഒരു 1 മിനിറ്റ് ഓളം നമുക്ക് നല്ലതുപോലെ മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്ക് നമ്മുടെ തക്കാളിയുടെ ചോപ്പ് ചെയ്തെടുക്കാം. ഓക്കെ, അപ്പോൾ ഏകദേശം ചോപ്പായിട്ടുണ്ട്. ഇനി നമുക്ക് തക്കാളി ചേർത്ത് കൊടുക്കാം. ഇത് നമുക്ക് നല്ലതുപോലെ മിക്സ് ചെയ്തെടുക്കാം. നമുക്ക് ഒരു 2 മിനിറ്റ്സോളം ഇത് കുക്ക് ചെയ്തെടുക്കാം. ഓക്കെ, ഏകദേശം 2 മിനിറ്റ്സ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് 1 ടീസ്പൂൺ ഉപ്പ് ചേർത്ത് കൊടുക്കാം. പിന്നെ ഒരു 1/2 ടീസ്പൂൺ ടർമറിക് പൗഡർ, പിന്നെ 1 ടീസ്പൂൺ കൊറിയാണ്ടർ പൗഡർ. ഇതെല്ലാം നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഒരു 1 to 2 മിനിറ്റ്സ് നമുക്ക് നല്ലതുപോലെ മിക്സ് ചെയ്ത് കൊടുക്കാം. നെക്സ്റ്റ് നമുക്ക് നമ്മുടെ മഷ്റൂം ചേർത്ത് കൊടുക്കാം.
മഷ്റൂം എല്ലാം ഈ മസാലയായിട്ട് നല്ലതുപോലെ മിക്സ് ചെയ്ത് ഒരു 2 മിനിറ്റ്സ് നമുക്ക് കുക്ക് ചെയ്യാം. ഇപ്പോൾ ഏകദേശം 2 മിനിറ്റ്സ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് കുറച്ച് മല്ലിയിലയും പുതിനയിലയും ഒരുമിച്ച് ചോപ്പ് ചെയ്തതാണ്, അത് ചേർത്ത് കൊടുക്കാം. നെക്സ്റ്റ് നമുക്ക് നമ്മുടെ റൈസ് ചേർത്ത് കൊടുക്കാം. ഇത് 1 കപ്പ് ബസ്മതി റൈസ് ഞാൻ 30 മിനിറ്റ്സ് വെള്ളത്തിൽ സോക്ക് ചെയ്യാൻ വെച്ചതാണ്, അത് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഈ മസാലയുമായിട്ട് നല്ലതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം. ഓക്കെ, ഏകദേശം നല്ലതുപോലെ മിക്സായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് വെള്ളം ചേർത്ത് കൊടുക്കാം. 1 കപ്പ് റൈസിന് 1 കപ്പ് വെള്ളമാണ് ചേർക്കുന്നത്. ഇനി നമുക്ക് എല്ലാം കൂടെ ഇളക്കിയ ശേഷം ഉപ്പുണ്ടോ നോക്കിയിട്ട് ഉപ്പ് ആവശ്യമെങ്കിൽ കുറച്ച് ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് പ്രഷർ കുക്കർ അടച്ചു വെക്കാം. ഫ്ലെയിം ഒരു ലോ ഫ്ലെയിമിലേക്ക് വെച്ച ശേഷം സ്റ്റീം വരുന്നത് വരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. സ്റ്റീം വന്നതിന് ശേഷം നമുക്ക് വെയിറ്റ് വെച്ച് കൊടുക്കാം. ഓക്കെ, സ്റ്റീം വന്നിട്ടുണ്ട്. ഇനി നമുക്ക് വെയിറ്റ് വെച്ച് കൊടുക്കാം. ഇനി നമ്മളൊരു 5 മിനിറ്റ്സ് കുക്ക് ചെയ്യണം. വിസിലൊന്നും വരുന്നത് വരെ വെയിറ്റ് ചെയ്യേണ്ട. 5 മിനിറ്റ്സ് കുക്ക് ചെയ്തതിന് ശേഷം നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. അതിനുശേഷം സ്റ്റീം എല്ലാം പോകുന്നത് വരെ ഒരു 15 മിനിറ്റ്സ് നമുക്ക് റെസ്റ്റ് ചെയ്യാൻ വെക്കാം. അതിനുശേഷം നമുക്ക് തുറന്ന് നോക്കാം. ഓക്കെ, സ്റ്റീം എല്ലാം പോയിട്ടുണ്ട്. നമുക്ക് തുറന്ന് നോക്കാം. അങ്ങനെ നമ്മുടെ മഷ്റൂം ബിരിയാണി റെഡി ആയിരിക്കുന്നു. ഇനി നമുക്ക് വേഗം തന്നെ ഇത് വേറൊരു പാത്രത്തിലേക്ക് മാറ്റാം, കൂടുതൽ വെന്ത് പോകാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. സോ ഇത് വളരെ ഈസി റെസിപ്പിയാണ്. എല്ലാവരും ഉണ്ടാക്കി നോക്കിയിട്ട് അഭിപ്രായങ്ങൾ പറയുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. അപ്പോൾ താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ.